നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങളുടെ പട്ടികകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും നബിയേ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കലോ അടിക്കലോ തെറി പറയുകയോ ചെയ്യലോ മാത്രമല്ല. ഇടിക്കലോ അടിക്കലോ തെറി പറയുകയോ ചെയ്യത് മാത്രമല്ല ഉഖൂഖുൽ വാലിദൈൻ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൻപാവങ്ങളിൽപ്പെട്ട കാര്യമാണല്ലോ ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം അവരോട് നിറവേറ്റി കൊടുക്കണം. ആ സത്യത്തിന് എതിര് നിൽക്കുന്നവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണ്. വല്ലാഹി സത്യം, ഞാൻ കളിക്കാൻ പോയിട്ടില്ല ഉമ്മ. അവൻ കളി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൻ കളി കഴിഞ്ഞിട്ട് വല്ലാഹി സത്യം ഞാൻ ഫുട്ബോൾ കാണാൻ പോയിട്ടില്ല ഉമ്മ, വല്ലാഹി സത്യം ഞാൻ സീരിയൽ കണ്ടിട്ടില്ല ഉമ്മ, അല്ലാഹുവാണ് സത്യം ഞാൻ നിസ്കരിച്ചു ഉമ്മ. നിസ്കരിച്ചിട്ടില്ല. എത്ര തെറ്റ കള്ളസത്യം ചെയ്യുന്നത്, വലിയ അത് മൻപാവ. അലാ വഖൗലു സൂർ വശഹാദതു സൂർ, കള്ളസത്യം ചെയ്യൽ പാവമാണ്. ചെറിയ പാവമല്ല, വൻ പാവമാ. ഒന്നുകിൽ അവനെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് 80 അടി അടിക്കട്ടെ, അതല്ലെങ്കിൽ അവൻ 3 നോമ്പ് അവൻ നോറ്റുകൊള്ളട്ടെ. 3 നോമ്പ് കള്ളസത്യം ചെയ്തതിന്. കള്ളസത്യം ചെയ്യരുത്, ഉപ്പയോടായാലും ഉമ്മയോടായാലും. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇദാ ഖസമ അലൈഹിമാ ലം യബറഹുമാ, അവരോട് ചെയ്ത ആ സത്യമുണ്ടല്ലോ, ആ സത്യത്തെ യാഥാർത്ഥ്യമാക്കണം. ആ സത്യത്തിന് എതിരെ പ്രവർത്തിച്ചാൽ അവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനായി. വൈദാ സഅലക വലം യുതി ലഹുമാ, മാതാപിതാക്കൾ രണ്ടുപേരും നിന്നോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അവർക്കത് കൊടുക്കാതിരുന്നാൽ അവരെ നീ വേദനിപ്പിച്ചവനാണെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. 10 റുപ്യ താ, ഒരു 1000 റുപ്യ മോനെ, ഒരു 1000 റുപ്യ താ, 2000 റുപ്യ താ, ഒരു 500 റുപ്യ താ, ഈ ഗുളിക വാങ്ങിക്കൊണ്ടുവാ, ഈ മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. വാപ്പ ഉമ്മ നിന്നോട് പറഞ്ഞു, എന്നിട്ട് നീ അത് സാധിച്ചു കൊടുത്തിട്ടില്ല. നീ തെറി പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. നീ അങ്ങനെ ചെയ്തില്ല. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് എതിര് പ്രവർത്തിക്കുന്നതിന് നീ ഇത് കാരണമായാൽ തീർച്ചയായും നീ ആരായി? വൻപാവം ചെയ്തവനായി. മാതാപിതാക്കളെ വേദനിപ്പിക്കൽ വൻപാവം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞതായി കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാതാപിതാക്കൾ നിന്നോട് ഏതെങ്കിലും വസ്തുക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ടോ, അതവർ ചോദിക്കുമ്പോൾ നിങ്ങൾ മടക്കി കൊടുക്കണേ. അതിൽ വീഴ്ച വരുത്തിയാൽ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചവരായി പോകും. അതിന്റെ പേരിൽ നാളെ ആഖിറം നിങ്ങൾക്ക് നഷ്ടമാ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു. നമ്മളോട് ഉപ്പയോ ഉമ്മയോ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്വത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ചോദിച്ചാൽ മടക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്റെ പട്ടികയിൽ നിന്നെ അള്ളാഹു കൊണ്ടു നിർത്തും. അവിടെ ശിക്ഷയാണ്, വൻപാപമാണ് മാതാപിതാവിനെ വേദനിപ്പിക്കൽ. അതാണ്, ചോദിച്ചാൽ കൊടുക്കണം, അവരോട് സത്യം ചെയ്താൽ അത് നിറവേറ്റണം. വല്ല ഉത്തരവാദിത്തപ്പെട്ട സാധനങ്ങൾ നിന്നെ ഏൽപ്പിച്ചാൽ അത് കറക്റ്റായിട്ട് അത് മടക്കി കൊടുക്കണം. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ല മാതാപിതാക്കളെ തെറി പറയൽ മാത്രമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ അക്ബറിൽ കബായിർ, വൻ പാപങ്ങളിലെ ഏറ്റവും വലിയ പാപമാണ് ശത്മുർ റജുലി വാലിദൈ, ഒരാൾ തന്റെ ഉമ്മയെയോ ഉപ്പയെയോ തെറി പറയുക. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ ഹൽ യശ്തിമുർ റജുലു വാലിദൈ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറി പറയുമോ നബിയേ? ആരെങ്കിലും തെറി പറയുമോ നബിയേ?
വാപ്പയും ഉമ്മയാണെങ്കിലും തെറി പറയോ, അസഭ്യം പറയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യസുബ്ബു അബാഹു ഫയസുബ്ബു അബാഹു ഫയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു കമാ ഖാല റസൂലുള്ളാഹി. ഒരാൾ തന്റെ ഉപ്പയ്ക്ക് ചേർത്ത് വിളിച്ചാൽ അവനും അവന്റെ ഉപ്പയെ ചേർത്ത് വിളിക്കും. ഒരാൾ തന്റെ ഉമ്മയെ ചേർത്ത് വിളിച്ചാൽ അവനും തന്റെ ഉമ്മയെ ചേർത്ത് വിളിക്കും. നിന്റെ ഉപ്പയാണടാ ചെയ്തത്, നിന്റെ ഉപ്പയാണാ ചെയ്തത്, നിന്റെ ഉമ്മയാടാ, നിന്റെ ഉമ്മയാടാ, അങ്ങോട്ടായിട്ട് രണ്ടുപേർക്കായില്ലേ. ഉപ്പ ചിലപ്പോൾ മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ കുടലിട്ടിട്ട് കിടക്കുകയായിരിക്കും. ആ ഉപ്പാക്ക് ഇവിടെ നിന്ന് മകൻ കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നിന്റെ ഉപ്പ നിന്റെ ഉമ്മ. തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, അങ്ങനെ തന്നെ പറയാം. തന്ത തള്ള എന്നൊക്കെ പറയാം, ഇച്ചിരി മോശമായ വാക്ക് നമ്മുടെ നാട്ടിൽ പറയും. തമിഴ്നാട്ടിൽ തന്ത എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസ്സരം വാപ്പായ വിളിക്കുന്ന പേരാ. ഗണ്യമിகு ആശ്രിയർ തന്തൈ അവർക്ക് മാണവൻ എഴുതും കടിതം എന്നൊക്കെ പറഞ്ഞിട്ട്, തന്തൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനത്തോടു കൂടി വാപ്പായ വിളിക്കുന്ന പേരാണ്. എൻ തന്തൈ അവർകൾ, എൻ തായാർ അവർകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്തൈ തായാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഹത്വത്തോട് വിളിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ തന്തേനങ്ങനെ വിളിച്ചാൽ അതിൻ്റെ പല്ലൊന്നും കാണൂല വായി സംഭവം. അങ്ങനെ വിളിക്കൽ വൻഭാവമാണ്, 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 വൻഭാവമാണ്. ഇന്ന് മക്കള് മാതാപിതാക്കളെ തെറി പറയും. അല്ലാ, പാവം, കഷ്ടം. മാതാപിതാക്കളെ തെറി പറയും. മാതാപിതാക്കൾ ഇതാ മാത ഇദാ ദുഫിന ഖവാലിദൈ അസറഹുൽ ഖബറു ഹത്താ തഖ്തലിഫ ഫീഹി അളലാഉഹു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാവിനെയോ പിതാവിനെയോ തെറി പറഞ്ഞവൻ, വേദനിപ്പിച്ചവൻ, പീഡിപ്പിച്ചവൻ, അടിച്ചവൻ, ആക്രോശിച്ചവൻ, ആക്ഷേപിച്ചവൻ, അധിക്ഷേപിച്ചവൻ, അപരാധം പറഞ്ഞവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ടാൽ അസറഹുൽ ഖബറു ഹത്താ തഖ്തലിഫ ഫീഹി അളലാഉഹു, അവനെ ഖബർ ഞെരുക്കി കളയും, അവനെ പിഴിഞ്ഞെടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അവന്റെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ അവനെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാവിനെ വേദനിപ്പിച്ചവൻ, ഇനി എത്ര മുസ്ലിയായാലും തങ്ങളായാലും ഔലിയായാലും ആരായാലും, വാപ്പായും ഉമ്മായും വേദനിപ്പിച്ചിട്ട് ഖബറിലേക്ക് പോകാൻ അവന്റെ ഖബർ ഞെരുക്കി പിഴിയ. അസീർ, അസീറാത്ത്, ജ്യൂസുകൾ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പിന്റെ കണ്ടില്ലേ, ആ കരിമ്പിന്റെ കോലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞ് ഇതേപോലെ ഖബർ പിഴിഞ്ഞെടുക്കും. ഉപ്പയും ഉമ്മയും വേദനിപ്പിച്ചവൻ വൻപാവമാണ്. വൻപാപം, വൻപാപം, ചെറിയ പാപം അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ഔഹല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. യാ മൂസാ വഖിർ വാലിദൈക്, ഏ മൂസാ, മാതാപിതാക്കളെ, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണേ, ആദരിക്കണേ, ബഹുമാനിക്കണേ, ആദരിക്കണേ. ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വമൻ വഖറ വാലിദൈ മദത്തു ലഹു ഫീ ഉംരിഹി വവഹബതു ലഹു വലദൈ യുവഖിറുഹു. ആരൊരാൾ മാതാപിതാക്കളെ ബഹുമാനിച്ചുവോ, ആദരിച്ചുവോ, സഹായിച്ചുവോ, ഏ മൂസാ, അവർക്ക് ഞാൻ സന്താനങ്ങളെ നൽകും. ആ സന്താനം ആ മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല മൂസാ മദത്തുഹു ഫീ ഉംരിഹി, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരുടെ ആയുസ്സ് നാം അധികരിപ്പിച്ചു കൊടുക്കും. മൂസാ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ ആയുസ്സ് അധികരിക്കും, ആയുസ്സ് അധികരിക്കും. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മടങ്ങിപ്പോയി. എന്തേ റൂഹിനെ പിടിക്കാത്തത്? അദ്ദേഹം മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ്. മദത്തുലഹു ഫീ ഉംരിഹി, അവന്റെ ഉംർ, അവന്റെ വയസ്സ് ഞാൻ അധികരിപ്പിച്ചു കൊടുക്കും. വാപ്പാക്കും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നവൻ. യാ മൂസാ, ഏ മൂസാ, മാ
മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. മൻ അഖ്ഖവാലിദൈ, ആരൊരാൾ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ വവഹബ്തു ലഹു വലദൻ യുഅഖിഹി വഖസർതു ലഹു ഫീ ഉംരിഹി, ആരൊരാൾ തന്റെ ഉമ്മയെ ഉപ്പയെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവന്റെ ആയുസ് നാം കുറച്ചു കളയും മൂസ. അവന് നാം മക്കളെ നൽകും, ആ മക്കൾ ആ മാതാപിതാക്കളെ വേദനിപ്പിക്കും മൂസ. അങ്ങനെയുള്ള തെമ്മാടികളായ മക്കളെ നാം അവർക്ക് സമ്മാനിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ നമ്മുടെ മക്കൾ ഭാവിയിൽ നമ്മളെ വേദനിപ്പിക്കും. അല്ലാഹു പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ മൂസ, അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത സത്യമാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടൂല, നമ്മുടെ മക്കളെ നമ്മളെ വേദനിപ്പിക്കും. യാതൊരു സംശയമില്ല.